ഹലോ ഫ്രണ്ട്സ്, എക്സ്ട്രീം വേവ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുപോലുള്ള 3D ട്രാവൽ മാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനെ 3D ട്രാവൽ മാപ്പ് എന്നും പറയാറുണ്ട്, ട്രാവൽ അനിമേഷൻ മാപ്പ് എന്നും പറയാറുണ്ട്. ഇങ്ങനെ പല പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. നമുക്കിതുപോലുള്ള ഒരു മാപ്പ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായി ആദ്യം നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയി ട്രാവൽബോസ്റ്റ് എന്ന് സെർച്ച് ചെയ്യുക. ട്രാവൽബോസ്റ്റ് എന്നുള്ള ആപ്പ് സെലക്ട് ചെയ്തു, ഇൻസ്റ്റാൾ ചെയ്തു. ഇനി ആ ആപ്പ് ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക. ഇവിടെ മുകളിൽ സ്റ്റാർട്ട് എന്നും ഡെസ്റ്റിനേഷൻ എന്നും 2 പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്യാനുണ്ട്. നമ്മുടെ മാപ്പിൽ നമ്മൾ ട്രാവൽ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻറ്റും എവിടേക്കാണ് നമ്മൾ എത്തിച്ചേരാൻ പോകുന്നത്, അതായത് ഡെസ്റ്റിനേഷൻ, ആ പോയിൻ്റ് മാർക്ക് ചെയ്യുക. ആദ്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും ഫൈനൽ പോയിൻറ്റുമാണ്. ഇടയിലുള്ള സ്റ്റോപ്പുകളെല്ലാം നമുക്കത് പിന്നീടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് ഇതിനകത്ത്. ഓക്കെ, അപ്പോൾ ആദ്യം സ്റ്റാർട്ട് പോയിൻ്റ് സെലക്ട് ചെയ്തു. ഇനി അവിടെ ഞാനൊന്ന് ട്രിവാൻഡ്രം ഒന്ന് സെർച്ച് ചെയ്യുകയാണ്. ട്രിവാൻഡ്രം സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ ട്രിവാൻഡ്രം വന്നു. നമുക്ക് ആ പോയിൻ്റ് കറക്റ്റായിട്ട് വേണമെങ്കിൽ ടാപ്പ് ചെയ്ത് സൈഡിൽ മൂവ് ചെയ്യാൻ സാധിക്കും. ഞാനൊരല്പം ഒന്ന് പൊസിഷൻ മൂവ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ട്രിവാൻഡ്രം എന്നുള്ള പോയിൻ്റ്. ഇനി ഡെസ്റ്റിനേഷൻ പോയിൻ്റ് സെലക്ട് ചെയ്തു, ഡൽഹി എന്ന് സെലക്ട് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ട്രിവാൻഡ്രം ടു ഡൽഹി ഒരു ലൈനായി. നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിൻ്റും ആയിട്ടുണ്ട്, സ്റ്റാർട്ടിംഗ് പോയിൻ്റും ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഡയറക്റ്റ് ഡൽഹിയിലേക്ക് പോവുകയാണെങ്കിൽ ഈ റൂട്ട് തന്നെ മതി. ഞാനിവിടെ പോകാൻ ഉദ്ദേശിക്കുന്ന റൂട്ട് ട്രിവാൻഡ്രം ടു ചെന്നൈ ആണ്. ചെന്നൈ പോയിട്ട് ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂർ, ബാംഗ്ലൂരിൽ നിന്ന് മുംബൈ, മുംബൈയിൽ നിന്ന് ഡൽഹി. ഇത്രയും പോയിൻ്റ് മാർക്ക് ചെയ്തത് നമുക്ക് ഓരോരോ വെഹിക്കിളിൻ്റെ അനിമേഷൻ ആഡ് ചെയ്യാൻ വേണ്ടിയാണ് മാപ്പിൽ. ഇപ്പം നമുക്ക് ചെന്നൈ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യാം. മാപ്പ് കുറച്ചൊന്ന് സൂം ചെയ്തിട്ട് നമ്മുടെ ട്രാവൽ ലൈൻ ഒന്ന് ഡ്രാഗ് ചെയ്ത് അങ്ങോട്ട് വെച്ചാൽ മതി. സെലക്ട് ചെയ്യുക, ടാപ്പ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് അവിടെ വയ്ക്കുക. ഓക്കെ, ട്രിവാൻഡ്രം ടു ചെന്നൈ. ഇനി ഞാൻ വീണ്ടും ആ ട്രാവൽ മാപ്പിലൊന്ന് ഡ്രാഗ് ചെയ്ത് ബാംഗ്ലൂർ എന്നുള്ളൊരു പോയിന്റ് മാർക്ക് ചെയ്തു. ഓക്കെ, വീണ്ടും മാപ്പ് ലൈൻ ഡ്രാഗ് ചെയ്ത് മുംബൈയിലേക്കൊന്ന് വെച്ചു. ഇനി നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ടുള്ള ആ ട്രിവാൻഡ്രത്തുള്ള ആ കാറിൻ്റെ ഐക്കണിലൊന്ന് സെലക്ട് ചെയ്യുക. മൂന്നാമത്തെ ഓപ്ഷൻ കാർ സെലക്ട് ചെയ്തു. ആ റെഡ് കാറൊന്ന് സെലക്ട് ചെയ്തു, ബാക്ക് കൊടുത്തു. ഇനി ഞാൻ ചെന്നൈ പോയിന്റ് ഒന്ന് ടാപ്പ് ചെയ്തു, ഒരു ബസ് സെലക്ട് ചെയ്തു, ബാക്ക് കൊടുത്തു. ഇനി ബാംഗ്ലൂർ പോയിന്റ് ഒന്ന് ടാപ്പ് ചെയ്തു, ഒരു ട്രെയിൻ എടുത്തു, ബാക്ക് കൊടുത്തു. നിങ്ങൾക്ക് ആ 4 ഓപ്ഷനിൽ നിന്നും ഇഷ്ടമുള്ള ഒരു കളർ എടുക്കാം. ഇനി ഞാൻ മുംബൈ സെലക്ട് ചെയ്തു, ഫ്ലൈറ്റാണ് എടുക്കുന്നത്, ബ്ലൂ കളർ ഫ്ലൈറ്റ് എടുത്തു, ബാക്ക് കൊടുത്തു. ഓക്കെ, അതായത് ഇപ്പോൾ ഈ മാപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തിരുവനന്തപുരം തൊട്ട് ചെന്നൈ വരെ കാറിലും, ചെന്നൈ തൊട്ട് ബാംഗ്ലൂർ വരെ ബസ്സിലും, ബാംഗ്ലൂർ ടു മുംബൈ ട്രെയിനിലും, മുംബൈ ടു ഡൽഹി ഫ്ലൈറ്റിലുമാണ് പോകുന്നത്. ഇതെല്ലാം ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പോയിൻറ്റ്സുകളിലൂടെ മാർക്ക് ചെയ്തത്. ഇനി നമുക്കൊന്ന് പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മാപ്പിൻ്റെ അനിമേഷൻ ഒന്ന് കാണാൻ പറ്റും. പ്ലേ കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ഒരു പ്രിവ്യൂ പ്ലേ ആകുന്നുണ്ട്. ട്രിവാൻഡ്രം ടു ചെന്നൈ ആണ്, കാറാണ് കാണിക്കുന്നത്. നമുക്ക് ആ മോഡൽ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന ആ വെഹിക്കിളിൻ്റെ സൈസ് കുറയ്ക്കാനും കൂട്ടാനും സാധിക്കും. ഞാനൊരല്പം സൈസ് ഒരു ചെറുതാക്കിയിട്ടുണ്ട്. ഇനി വീഡിയോ ലെങ്ത് ആണ്. ക്ലിപ്പിൻ്റെ ടൈം ലെങ്ത് നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ മാപ്പ് സ്പീഡിൽ മൂവ് ആവും, കൂട്ടിയാൽ ഒരല്പം സ്ലോ ആയിട്ടായിരിക്കും മൂവ് ആവുന്നത്. ഇനി നമുക്ക് താഴെ ഈ മൂന്നാമത്തെ ഐക്കണിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ ആസ്പെക്ട് റേഷ്യോ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇത് 9:16 ആണ്. സ്റ്റാറ്റസ് ഒക്കെ ഇടാൻ ഇത് മതിയാവും. ഇത് 1:1 ആണ്. ഇത് വീണ്ടും 16:9 ആണ്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് 4th ഐക്കൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് കിലോമീറ്റർ അല്ലെങ്കിൽ മൈൽസിലും കാണിക്കാറുണ്ട്. ഓക്കെ, ഞാൻ തൽക്കാലം അത് ഓഫ് ചെയ്തു. « 16:9 എന്ന ആസ്പെക്ട് റേഷ്യോ ആണ് ഞാൻ സെലക്ട് ചെയ്തത്. കാര്യം ഇത് യൂട്യൂബിൽ ഇടാനാണ്. നിങ്ങൾക്ക് ഇത് മോഡൽ സൈസും വീഡിയോ ലെങ്തും ഒക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഈ വീഡിയോ സേവ് ചെയ്യാനായി സേവ് ടു ക്യാമറ റോൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, വീഡിയോ സേവ് ആവുന്നുണ്ട്. നമ്മുടെ 3D ട്രാവൽ മാപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.
വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ കൂടെ എനേബിൾ ചെയ്താൽ ഈ ചാനലിൽ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും.